ദേശീയപാത നിർമ്മാണം മൂലം മീൻ വിൽക്കാൻ ഇരിപ്പിടം നഷ്ടപ്പെട്ടിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക്. കാസർഗോഡ് നീലേശ്വരത്ത് മീൻ വിൽക്കാനെത്തുന്ന പ്രായമുള്ള അമ്മമാരുടെ ജീവിതം ദുരിതത്തിലാണ്. ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണുമാന്തി യന്ത്രം ഇവരുടെ ഇരിപ്പിടം വരെ എത്തിയതോടെ ഇനി എന്ത് ചെയ്യണമെന്ന ആധിയിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ. നമുക്കൊന്ന് കണ്ടുവരാം. ഇത് 54 വയസ്സുള്ള ഗീത. പങ്കാളി കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ വർഷങ്ങളായി നീലേശ്വരം ഭാഗത്ത് വിൽക്കുന്നത് ഗീതയാണ്. ഗീത മാത്രമല്ല, 20-30 വർഷങ്ങളായി മീൻ കച്ചവടം സ്ഥിര വരുമാനമാക്കുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരും ഇവിടെയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ എല്ലാം ഏക വരുമാനം മീൻ കച്ചവടമാണ്. എന്നാൽ ദേശീയപാത വികസനം വന്നതോടുകൂടി റോഡരികിൽ ഇനി സ്ഥിരമായി കച്ചവടം നടത്താൻ ഇടമില്ലാതായി. താൽക്കാലികമായി റോഡരികിൽ ഒരു കുട നിവർത്തി വെയിലിനെ പ്രതിരോധിച്ചാണ് ഇവർ കച്ചവടം നടത്തുന്നത്. എന്നാൽ ഇത് എത്ര നാളെന്നറിയില്ല. ഞങ്ങൾക്ക് വേറൊന്നും വേണമെന്നില്ല. ഞങ്ങൾക്ക് മത്സ്യം ഒരു സ്വസ്ഥതയോടെ ഇരുന്ന് വിൽക്കാനുള്ള ഒരു മത്സ്യ മാർക്കറ്റ് മാത്രം മതി. ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങി. ഒരു മരത്തിൻ്റെ ചില്ല മുറിക്കും മറ്റൊരു മരത്തിലേക്ക് കൂട് വെക്കല്ലേ പക്ഷികൾ. അതേ അവസ്ഥയാണ് ഞങ്ങളതിപ്പോൾ. രാവിലെ തുടങ്ങിയ പണി വൈകുന്നേരം വരെ നീളും. ഇടയ്ക്ക് ഉച്ചയൂണ് കഴിക്കാനല്ലാതെ ഇരിപ്പിടത്തിൽ നിന്ന് മാറാറില്ല. താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു മത്സ്യ മാർക്കറ്റ് കെട്ടിത്തരാന്നല്ലാണ്ട് ഒരു ആധുനിക രീതിയിലുള്ള ഒരു മത്സ്യ മാർക്കറ്റ് ഇതുവരെ നീലേശ്വരം മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടില്ല. ഒരു ബാത്റൂം പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ സഹിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു ഫിഷ് മാർക്കറ്റ് വേണമെന്നാണ് ആവശ്യം. അതിനായി നഗരസഭയോട് നിരന്തരം കലഹിച്ചു. പരിഹാരമില്ല. കൂട് വിട്ട് കൂട് മാറി വരുന്ന പക്ഷികൾ ഉണ്ടാവില്ലേ, അക്കണക്കാണ് നീലേശ്വരം മാർക്കറ്റിലെ മത്സ്യവിൽപ്പനക്കാരുടെ അവസ്ഥ. അവരങ്ങനെ ഒരു നേരത്തെ അന്യത്തിനായി സ്ഥിരമായി ഇരിപ്പിടമില്ലാതെ ജോലി ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.